അതിനാദ്യം കയ്യിൽ പൈസ വേണം, പ്രൊഡ്യൂസർ ആവണം. ഞാനിപ്പോ വലുതാവുന്നൊരു സമയമാണ് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഈ മെഷർമെന്റ് ഒക്കെ എടുത്ത് ഷൂട്ട് ആവുമ്പോഴേക്കും ഞാൻ വലുതാവോ? ഒരു ദിശട്ടെങ്കിലും ഇല്ലടാ, നീ വലുതാവില്ല. പൈസയും കൊണ്ട് കാര്യമില്ല എന്നൊക്കെ പലരും പറയും. അതൊക്കെ പൈസ ഉണ്ടാക്കിയവരൊക്കെ പറയാൻ എളുപ്പമാണ്. ജീവിക്കാൻ പൈസ തന്നെ വേണം, പൈസക്ക് പൈസ തന്നെ വേണം. ഇപ്പോൾ ഒരു കഥാപാത്രം കിട്ടുന്നു, കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം സ്റ്റഡി ചെയ്യാറുണ്ട്? ഇല്ല, സ്ട്രഗിൾ ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലാണ്. സ്റ്റഡി ചെയ്യുന്നതും കൂടെ അതാ പറഞ്ഞത്, സ്റ്റഡി സ്ട്രഗിൾ ഈ രണ്ടെണ്ണം ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലാണ്. എനിക്ക് രതീഷ് ചേട്ടൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ലൊക്കേഷനിൽ ചെന്നപ്പോഴാണ് കോസ്റ്റ്യൂം ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞാനൊരു ഓസ്ട്രേലിയൻ ട്രിപ്പൊക്കെ പോയി, മീൻസ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഫുഡൊക്കെ അടിച്ച് കയറ്റി മറ്റേ ഞാൻ തടിയൊക്കെ കൂടി. അപ്പം ആ സമയത്ത് എൻ്റെ വളർച്ചയുടെ പ്രായമാണെന്ന് തോന്നുന്നത്. എനിക്കറിയില്ല, ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രതീഷേട്ടനോട്, രതീഷേട്ടാ ഞാനിപ്പോൾ വലുതാവുന്നൊരു സമയമാണ് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഈ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ഷൂട്ട് ആവുമ്പോഴേക്കും ഞാൻ വലുതാവോ? ഒരു രതീഷേട്ടെങ്കിലും ഇല്ലടാ, നീ വലുതാവില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ തടി വെച്ചു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയി. തടിയൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഇതായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ട്രയലിന് വന്നപ്പോഴാണ് ഇത് കുറച്ച് ഞാൻ സൈസ് കൂടിയോണ്ട് വയറൊക്കെ ഭയങ്കര ടൈറ്റായി, ശ്വാസം വിടാനൊന്നും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ രണ്ടാമത് ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്ത് ഇതായപ്പോഴും സൂര്യപോയി വന്നിട്ട് സാധനം ഇട്ട് സെറ്റ് വർക്കൗട്ട് വിജയിച്ചിട്ടുണ്ടെന്നുള്ള മൂഡ്. ഇല്ല, ഈ ഒരു ബോഡി വെച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ നമുക്ക് പെയിൻ ഉണ്ടായിരുന്നു, അത് പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. നമ്മൾ പിന്നെ ഓരോ ഷോട്ട് കഴിഞ്ഞാലിപ്പം അവര് മൊത്തം ടീം ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഓരോ ഷൂട്ട് കഴിഞ്ഞാലും ഇരുത്താൻ വേണ്ടിയിട്ട് അവർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഹിപ്പിലെ ഈ സാധനം അയക്കണം, എന്നാലേ നമുക്ക് ഇരിക്കാൻ പറ്റുക. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇപ്പോഴും അത് പറയുമ്പോഴത്തേക്ക് ഉണ്ട്, വാക്കുകളിലുണ്ട് ആ ഒരു എക്സ്പീരിയൻസിന്റെ ഗുണം. എനിക്ക് ഇനിയും ചെയ്യണം. ഞാൻ ഇപ്പൊ രതീഷേട്ടൻ്റെ അടുത്ത് പടം തുടങ്ങുന്നുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഇങ്ങനത്തെ ചെയ്യണം എന്നുള്ള മൂഡിൽ സംസാരിച്ച് എനിക്ക് ഭയങ്കര കൊതിയാവുന്നല്ലേ, ആ ഒരു സാധനം ഉണ്ടായി. അഭിനയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചോദിച്ചാണ്, ഒന്നും കൂടെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അഭിനയം എന്ന് പറയുന്നത് മാത്രമല്ല, അതായത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും പ്ലാനോ ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ ചിരിക്കും. അല്ല, എനിക്ക് ചിരിക്കുന്നല്ല, മീൻസ് എനിക്കൊരു നോക്കാം, ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒക്കെ ആവണം. അതിനാദ്യം കയ്യിൽ പൈസ വേണം, പ്രൊഡ്യൂസർ ആവണം. അത് പ്രൊഡ്യൂസർ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുപ്രഭാതത്തില് ഒരു പ്രൊഡ്യൂസർ അല്ലേ, കുറച്ച് നാള് കഴിയുമ്പോഴല്ലേ, ആ സമയത്തൊക്കെ സൂരജിന് പൈസ ഉണ്ടാവും. ഒരു പ്രൊഡ്യൂസർ ആകട്ടെ, ഒരു പറഞ്ഞ എനിക്കൊരു ഡയറക്ടറും ആകട്ടെ, അങ്ങനൊക്കെ തന്നെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ആണല്ലേ, മറ്റേ മാനിഫെസ്റ്റേഷൻ ആണോ? കുറച്ച് സീക്രട്ട് ബുക്ക് വായിക്കാറുണ്ടല്ലേ ലേശം. ഇതല്ലാതെ അതർ ആക്ടിവിറ്റീസ്, ഇപ്പം പുതിയ ക്ലാസ്സസോ എന്തോ കോഴ്സോ എന്തോ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. ഇല്ല, ഞാൻ കോമഡി സ്കിറ്റ് പരിപാടികൾ, പിന്നെ എനിക്ക് ഒന്ന് രണ്ട് പരിപാടീസ് മനസ്സിലുണ്ട്. അപ്പം അതിലേക്കുള്ളൊരു ഇതിലാണ് വഴിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ആയിട്ടില്ല. അതെ, അതോ വെറുതെ വർത്തമാനം മാത്രമാവും. കാരണം ഞാൻ ഈ 2 വർഷം വെറുതെ വർത്തമാനം മാത്രമാണെന്ന് പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ താറ്റി വിട്ടേക്കാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇനി അത് പറയാം, ഇനി പ്രവൃത്തിയുള്ളത് എന്താവും എന്തോ, പക്ഷെ സെറ്റാവും. അതെ, 2025 നമുക്കുള്ളതാ. അത് കുറെ ആൾക്കാർ പറയുന്നത് എല്ലാവരുടെയും ഒരു കോൺഫിഡൻസ്. അതെ, ഇനി സിനിമയുടെ പ്രോജക്റ്റുകൾ ഇനിയിപ്പം ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ കഥ പറയാനായിട്ട് വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ കൊച്ചിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തോ? കൊച്ചിയിലേക്ക് ആയിട്ടില്ല, ഷിഫ്റ്റ് ആയിരുന്നു ഇതിനിടയിൽ. ഇപ്പം ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ
വീട്ടിൽ പോയി വരുന്ന ഒരു പരിപാടിയാണ്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കും. കുറച്ച് ചില പരിപാടികൾ ഓണാവാൻ നിൽക്കുന്ന മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു കാര്യമായിട്ടാണ്. ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഈ 100 കോടിയുടെ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതായത് 100 കോടി ബഡ്ജറ്റിൻ്റെ ഒരു സിനിമ വരുന്നു, കറക്റ്റ് ലാഭവിഹിതങ്ങളോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും കൃത്യമായ കണക്കിലല്ല പോകുന്നതെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതൊക്കെ അവർ നോക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ഞാൻ പറയാനാണല്ലോ, അവരെല്ലാതെ നോക്കിക്കോളും. അതെ, അവർ നോക്കട്ടെ, വേണ്ടതുപോലെ ചെയ്യട്ടെ. അതെ, ഇത് സിനിമ നടക്കണം, ഇനി ഒരുപാട് സിനിമകൾ ഉണ്ടാവണം. അപ്പോൾ അതന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊക്കെ നിലനിൽപ്പ് അതാണ്. അപ്പം അതിന് പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായാലേ ഇനിയും പടങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. നല്ല വർക്ക്, നല്ല കണ്ടൻറ് ഓറിയൻറ്റഡ് ഫിലിംസും വരട്ടെ. അപ്പോൾ അതിന് ഫണ്ട് ചിലവാക്കാൻ അവരുടെ അടുത്തും വേണമല്ലോ. അപ്പോൾ അതൊക്കെ അവർ സോർട്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അച്ഛൻ നാടകം അങ്ങനത്തുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം സപ്പോർട്ടീവ് ആണെന്നറിയാം. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു സിനിമകളൊക്കെ കിട്ടി ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജാന്ന് പറഞ്ഞു. അപ്പം എത്രത്തോളം ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്? അല്ല, അവർ പരിപാടി നോക്കാനും പടം ഇപ്പം നമുക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് വരണം. നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചോദിക്കുന്ന ആളുകളും ബ്രോ നമുക്ക് പറ്റിയൊരു പരിപാടി വരട്ടെ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് അറിയാം, അവർക്കും അറിയാം എൻ്റെ ഇഷ്ടം ഇതാണെന്ന്. അപ്പോൾ അവരും സപ്പോർട്ടീവാണ്. നീ നോക്ക്, ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർ സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് ഇല്ലെങ്കിൽ നടക്കില്ല. അതെ അതെ. സുഹൃത്തുക്കളുടെ അടുത്തുള്ള ഒരു ബന്ധം, അവർ ഈ സിനിമയുടെ കാര്യത്തിനൊക്കെ ആണെങ്കിലും മീൻസ് വേഷങ്ങൾ അന്വേഷിച്ച് പോകലുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ എങ്ങനെയാണ്? അവരും സപ്പോർട്ടീവ് തന്നെ? സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അല്ലാത്ത സുഹൃത്തുക്കൾ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ആയിരിക്കുമല്ലോ. അല്ലാത്ത നാട്ടിലെ സുഹൃത്തുക്കളാവട്ടെ, അല്ല, അവന്മാരൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ ഒരു ലോങ് ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഓരോരുത്തരും ഓരോ വഴിക്ക് തിരിഞ്ഞ്. നമ്മുടെ 29 വയസ്സായ ഫാമിലി സ്ട്രഗിൾ മെച്ചുവേർഡ് ആ ഒരു ടൈം ആയല്ലോ. അപ്പൊ എല്ലാവരും ഓരോരുത്തരെ പരിപാടി ഓണമായി ഓരോരുത്തർക്ക് പണി കിട്ടി വർക്കായി അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോൾ ഞാനൊന്നുകൂടി എനിക്ക് കാർ ഓടിച്ച് വരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ പോന്നിരുന്നത്. ലൊക്കേഷനിലേക്കും കൂടെ ഞാൻ സ്ട്രഗിൾ ചെയ്തതിനെക്കാട്ടിലും അവന്മാരൊക്കെ എനിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. മീൻസ് ബസ്സിൽ കയറിയിട്ടും ട്രെയിനിൽ എന്നെ അവന്മാർ സേഫ് ആക്കാൻ നോക്കും. എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ സ്പേസ് കണ്ട് അവിടെ ഇരുത്താൻ നോക്കും. അവന്മാർ നിന്നിട്ടൊക്കെയാണ് നമ്മളാ ജേണി ഉണ്ടായിരുന്നത്. അവന്മാരും അച്ഛനും ഫാമിലിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ബലം. അതെ, സ്ട്രെങ്ത്. പ്രൊഡ്യൂസർ ആവണമെന്നൊക്കെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രൊഡ്യൂസർ ആവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണത്തിനെ കുറിച്ചുള്ള ഒരു അവഗാഹം എങ്ങനെയാണ്? ഈ പണം ആവശ്യത്തിന് വേണമെന്നാണോ, അതോ ഒരുപാട് പൈസ കിട്ടി കഴിഞ്ഞിട്ട് അടിച്ചു പൊളിക്കണം അങ്ങനത്തെ ഉള്ള ചിന്താഗതിയാണോ? എന്താണ് പണത്തിനോടുള്ള ഒരു? പൈസയും കൊണ്ട് കാര്യമില്ല എന്നൊക്കെ പലരും പറയും. അതൊക്കെ പൈസ ഉണ്ടാക്കിയവരൊക്കെ പറയാൻ എളുപ്പമാണ്. പൈസ ഉണ്ടാക്കിയവർ പറയുന്നതാ? അല്ല, അവർക്ക് പറയാൻ എളുപ്പമാണ്. ജീവിക്കാൻ പൈസ തന്നെ വേണം, പൈസക്ക് പൈസ തന്നെ വേണം. പൈസയുടെ പേരിൽ പല ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്ന ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സർവൈവ് ചെയ്യണം, പൈസ വേണം. പക്ഷെ അത് ആ ഒരു ഞാനിപ്പോൾ എങ്ങനെ അത് അല്ല പറയണമെന്നല്ല, എങ്ങനെ അത് നേടിയെടുക്കണം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക ലൈഫിൽ. അപ്പോൾ പൈസ വേണം, അതിന് പണിയെടുക്കണം. പണി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം മാറ്ററല്ലേ. ഇപ്പം നമുക്ക് എന്തും ഇപ്പോൾ നമ്മളെ ഈ ഫെയിമൊന്നും കൊണ്ടേ കൊടുത്താൽ കടയിൽ നിന്ന് അരിയും പഞ്ചസാരയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇപ്പം നമ്മൾ അവിടെ ആണെങ്കിൽ, വീട്ടിലാണെങ്കിൽ എനിക്ക് സുഖ റേഷനുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ സ്വിഗ്ഗിയിൽ സൂര്യത്തിലൊക്കെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പിള്ളൊക്കെ ഉണ്ട് പറഞ്ഞാൽ സ്വിഗ്ഗിക്കാർ വെറുതെ തരില്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റാമാർട്ടും സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ. അപ്പോൾ അത് ഇവിടെ നിന്നല്ല, എവിടെയും. ഇപ്പം നമ്മളവിടെ ആണെങ്കിലും. പിന്നെ
പിന്നെ EMI ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു EMI കഴിയുമ്പോഴേക്കും അടുത്ത EMI എടുത്ത് വെക്കും. എനിക്ക് മടി ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ മടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കും. ലോണുണ്ട്. അടുത്ത ലോൺ എപ്പോഴാ തീരുന്നെന്ന് പറയണേ? എനിക്കറിയില്ല. 7 വർഷമുണ്ട് കാറിൻ്റെ ലോണ്. ഇത് ഞാൻ അതിനു വേണ്ടി ഓടണം. അപ്പോൾ അങ്ങനെ അതായത് ഒരു EMI ചെയ്യുമ്പോ അത് അടയ്ക്കാൻ വേണ്ടി എന്തായാലും എനിക്ക് ഓടണം, അതുകൊണ്ട് ഞാൻ ഓടും അങ്ങനെ. അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ കിടന്നുറങ്ങൂലേ. അത് പോയിന്റാണ്. അത് ഭയങ്കര പോയിന്റ് ആയിപ്പോയി. അതാ പറഞ്ഞ അടുത്ത EMI തീരുന്ന സമയത്ത് പറയണം, എന്റെ അടുത്ത് പറയണം. എന്തിനാണ് അടുത്ത? പിന്നെ നമുക്ക് ഞാൻ ഇല്ലത്, ഞാൻ നിർത്തി EMI പരിപാടി. ഓക്കെ. ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിൽ നമ്മള് സ്കിറ്റ് ചെയ്യുമ്പോ അല്ല അത് പറയണ്ട, എന്റെ കൗണ്ടറാണ്, അത് മിസ്സാവും, വേണ്ട. ഞാൻ യൂട്യൂബ് ചാനലിൽ തരുന്നില്ല അത്. ഇല്ലല്ല ചുമ്മാ എന്ത് ഇപ്പൊ പറഞ്ഞ. അല്ല ഞാൻ പറയായിരുന്നു, മറ്റേ വീട് വെച്ചു, ലോണാണ്, കാറ് വാങ്ങി ലോണാണ്, അപ്പോൾ രണ്ടാമത്തെ കാറ് വാങ്ങി അതും ലോണാണ്. അപ്പോൾ ഇനി എന്താണ് ആഗ്രഹം? ഇനി കല്യാണം കഴിക്കണം, അത് ലോണാണോ? അല്ല, ലോൺ എടുക്കാതൊരു കല്യാണം കഴിക്കണം. ഞാൻ അതെങ്ങനെ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും എനിക്ക് ഇപ്പൊ ഒരു ന്യൂസ്, 2 ദിവസം മുന്നേ ഒരു ന്യൂസ് കണ്ടുണ്ട്. അതായത് കല്യാണം ആലോചിച്ചൊരു ചെറുക്കൻ ചെന്ന് കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടുകാര് ചെറുക്കന്റെ സിബിൽ സ്കോർ ആണ് നോക്കി. കല്യാണം കഴിച്ചത് ഒരു പയ്യന്റെ ജൻസിയാണ് മോളെ. അല്ല, ജൻസിന്ന് അവന്മാരെ തളത്തിലുള്ള മീൻസ് അവന്മാര് പൊടിയാണ് നമ്മളെക്കാട്ടിലും. അവരെ ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കന്റെ സ്വഭാവം സിബിലിൽ അറിയാന്ന്. അതായത് സിബില് കൃത്യമായിട്ട് സിബില് കൂടുതലാണെങ്കിൽ അപ്പൊ ഞാൻ സേഫാ. എന്റെ സിബിൽ സ്കോർ ഒക്കെ നല്ലുണ്ട്, അതുകൊണ്ട് ലോൺ എടുത്ത് കൂട്ടിയൊക്കെയല്ലേ. അപ്പൊ അതുകൊണ്ട് സിബിലൊക്കെ ക്ലിയർ ചെയ്ത് പെണ്ണ് കെട്ടേണ്ടതാ. ഞാനേ സിബിൽ സ്കോർ അതാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുമല്ലോ. ഞാൻ ഈ പറഞ്ഞ സീരിയസ് ആയിട്ട് ഈ അടുത്ത 2 ദിവസത്തിനുള്ളിൽ എങ്ങാണ്ടെന്ന് ഒരു ന്യൂസ് വന്നതാണ് ഇത്. കൊള്ളാട്ടോ പരിപാടി അല്ലേ. എന്നിട്ട് സ്കാനറും വെച്ചുകൊടുക്കണം, ഗൂഗിൾ പേ ചെയ്തോളൂ, നേരെ EMIയിലേക്ക് പോട്ടെ. അയ്യോ അത് കൊള്ളാം കേട്ടോ, കൗണ്ടറാ. ഈ അച്ഛന്റെ കാര്യം ഞാൻ ചോദിച്ചു. ഈ അമ്മമാർക്ക് മക്കളുമാർ പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല ഡിഗ്രി ഒക്കെ കഴിയുമ്പം അവർക്കൊരു സ്വപ്നം എപ്പോഴും കാണും. സ്വാഭാവികമായി കേരളത്തിൽ ഒട്ടുമുക്കാൽ ഞാൻ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ് ഇപ്പൊ നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഫേസിൽ നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിനിടയിൽ കൊറോണ സമയത്ത് ഒന്ന് വൻ ലോക്കായപ്പോൾ ഞാൻ UK ഫ്രണ്ട്സൊക്കെ UK പോയി. അപ്പൊ എനിക്ക് ഇന്ത്യ വിട്ടാലോ, UK പോയി എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പട്ടിപ്പണി എടുത്തിട്ട് ഏതെങ്കിലും ജീവിക്കണമോ? അതെ, അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സിനിമയിൽ തന്നെ നിൽക്കണം, സിനിമ ചെയ്യണം, ഒരുപാട് നല്ല പരിപാടികൾ വരും. എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്താണ് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് എഴുതാനോ പരിപാടിയൊന്നും അറിയില്ല, ഞാൻ ആയി വരുന്നേ ഉള്ളൂ. മീൻസ് നമുക്ക് അത്ര മൈൻഡില്ല. പക്ഷെ ഈ പറയുന്ന ആളുകൾ നമ്മളെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ, നമുക്ക് പറ്റിയ ക്യാരക്ടർ. ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലുള്ളൊരു ക്യാരക്ടർ എനിക്ക് വന്നത് ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര ലക്കാണ്. അപ്പോൾ അതുപോലുള്ള പരിപാടികൾ വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതേമാതിരി അമ്മ ഇടയ്ക്ക് പിന്നെ ഈ PSC വേണമെങ്കിൽ നോക്കിക്കോട്ടെ മീൻസ് അങ്ങനെയല്ല, അമ്മ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അതൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താ നോക്കായിരുന്നു, ഞാൻ നടക്കൂല, എനിക്ക് പടം തന്നെ വേണം, ഞാൻ ഒന്ന് നോക്കട്ടെ. ഇപ്പൊ എന്തായാലും ഇല്ല, ടൈം പീരീഡ് പിന്നെ നമുക്കൊക്കെ സിനിമയെ ആഗ്രഹിച്ചാൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ കിട്ടും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മുന്നേ വന്നവരും ഒരുപാട് പേര് പ്രൂവ് ചെയ്തതുമാണത്. ഒരുപാട് ക്ഷമയോടെ സിനിമ എത്തും. അതെ, അങ്ങനെ സ്ട്രഗിൾ ചെയ്ത്
എഫേർട്ട് ഇട്ട് നിന്ന് ഇവിടെ സ്റ്റാറുകളായ ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കും ആ ഒരു സമയം വരുന്നുണ്ടാവും എന്നത് നമ്മുടെ വിശ്വാസം. നമ്മളിപ്പം ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ അവസരങ്ങൾ ചോദിക്കാൻ പോകുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ അവസരങ്ങൾ ചോദിക്കാൻ പോകുന്ന സമയത്ത് പലർക്കും വളരെ സുഖമായി ഇൻഡസ്ട്രിയിലേക്ക് വന്നവരും ഉണ്ടെന്ന് പറയാം. ഞാനും കണ്ടിട്ടുണ്ട്. അതായത് പരിചിതമായിട്ടുള്ള ആളും അവരെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് കയറാം. ഇതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു വ്യക്തി വരുവാണെങ്കിലും അവർക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും. അത് ആ ഒരു ഡിഫറൻസിയേഷൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എത്തിപ്പെടാൻ സുഖാണെന്ന് വെച്ചാൽ ഇപ്പം മറ്റവനായ കുറച്ച് പതുക്കെ കയറി വരും, ഈ കണക്ഷനുള്ളവർ പെട്ടെന്ന് എത്തും. ഈ പറഞ്ഞില്ലേ ഇവിടെ നിൽക്കലാണ് പരിപാടി, ഇവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകലാണ് പരിപാടി. അപ്പോൾ അത് അവിടെ അങ്ങനെ പോവാ, അതിന് മമ്മൂക്ക പറഞ്ഞ മാതിരി തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക, ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ആർട്ടിസ്റ്റുകളായാലും നീ ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് അത് ഞാൻ വിളിച്ചാൽ അവർ തിരക്കിലാവോ, അപ്പം ഞാൻ വിളിക്കുമ്പോൾ ശല്യം. അപ്പം അവരെ തിരക്ക് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഷൂട്ടിൻ്റെ റഷും പരിപാടികളും നമ്മളിതിൽ പോയിട്ട് തന്നെ കണ്ടിട്ട് നമുക്കറിയാം. അപ്പോൾ എനിക്ക് ആ ഒരു സാധനം ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. അപ്പം അത് മാറി, അത് മാറ്റി തുടങ്ങുന്ന മൊമെൻ്റാണ് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ചെയ്താലേ ഈ പരിപാടി നടക്കുകയുള്ളൂ. നമ്മൾ ഓർമ്മപ്പെടുത്തണം, നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കണം, നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണം, പറ്റുമ്പോൾ കാണണം എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം. അങ്ങനെ ഈ പറയുന്നതാണെങ്കിൽ ചോദിക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക, പറയുക എന്നൊക്കെ പറയുന്നത് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോവുക. അതാണ് പ്ലാന്. ഇപ്പം എനിക്കെന്ത് പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഞാൻ അവിടെ ആവുമ്പോൾ ഇതിന് മുന്നത്തെ കാര്യം പറയുന്നത്, കൊച്ചിയിൽ വരുമ്പോൾ കാണാം എന്നൊക്കെ പറയും. ഇവിടെ വരുമ്പോൾ അവര് എന്തെങ്കിലും ഓട്ടത്തിലാവും, അവരെന്തെങ്കിലും തിരക്കിലായി. അതെ അതാ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മളൊരു 3-4 ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടൊക്കെ വരിക. പിന്നെ ആ സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം. അപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. കാരണം അവന്മാരുടെ വർക്കും എനിക്ക് നോക്കണമല്ലോ. ഞാൻ അവന്മാരെ വർക്ക് ചെയ്യാന്നല്ല, അവന്മാരെ അവിടെ എത്തിക്കണമല്ലോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിനൊക്കെ ഒരു ഫെസിലിറ്റി വന്നത്. ഞാനത് ഇങ്ങനെ പതുക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്തട്ടെ. ഈ അവസരങ്ങൾ ചോദിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മള് പിന്നാവട്ടെ, ഈ ചിലപ്പം കാണാമെന്ന് പറഞ്ഞവരും അപ്പോയിന്റ്മെന്റ് തന്നവരുമായിരിക്കും പിന്നാകട്ടെ, ഇനി ഒരു അവസരത്തിലാവട്ടെ എന്നൊക്കെ പലപ്പോഴും മറുപടികൾ കേട്ടിട്ടുണ്ടാവാം. എപ്പോഴെങ്കിലും ഭയങ്കരമായി വിഷമം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പം ഇന്നും കൂടി ആലോചിച്ചിട്ടുള്ളൂ, ഇതെന്താണ് പരിപാടി ഒന്നും സെറ്റാവാത്തേ, പാത്ത് ശരിയല്ലേ, എൻ്റെ റൂട്ട് ശരിയല്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചു. മീൻസ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതിൽ. അത് ഇപ്പം നമ്മളൊരു പടം ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ, ചെയ്തവർക്കേ അത് മനസ്സിലാവുള്ളൂ. പരിപാടി ക്യാരക്ടർ സെറ്റായിട്ട് ഇവർ തന്നെ വേണം. അപ്പോൾ പക്ഷെ അതിന് സമയമെടുക്കും. ആ ടൈമിന് വേണ്ടിയിട്ടുള്ള ഓട്ടാണ് ഇത്. അല്ലാതെ അപ്പം അവർക്ക് നമ്മളെ വേറെ ദേഷ്യമൊന്നും ഇല്ലല്ലോ. അവർക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അവനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ച് ചെയ്യിപ്പിക്കാവുന്നതാണ്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ അതൊക്കെ സിങ്കായി വരണ്ടേ, ആ ഒരു ചാടുന്നുണ്ട്. എത്തട്ടെ, കറക്റ്റ് മീറ്ററിൽ എത്തട്ടെ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം. ഓക്കെ, 2 വർഷം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം സർവൈവ് ചെയ്തത്. ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ആൾക്കാരുമായിട്ടൊക്കെ അതിനകത്തുണ്ടായിരുന്ന ടീം മെമ്പേഴ്സിനെയൊക്കെ ആയിട്ട് സഹകരണം ഉണ്ട് എപ്പോഴും? ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഇപ്പൊ ഞാൻ ഡേസിയുടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അഖിലേട്ടനെ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കുറേ ആൾക്കാർ കുറേ മീഡിയാസ് ചോദിച്ചതാവാം സൂരജിന്റെ അടുത്ത്. പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന്റെ 2 വർഷം ഒന്നും പറയണ്ടേ. ഞാൻ ഈ ചോദ്യം ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കേൾക്കാത്തില്ല ഇപ്പോഴും. നമ്മൾ പുതിയ ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോ ഇന്റർവ്യൂ എന്നല്ല, ഇന്റർവ്യൂ പുതിയ ആൾക്കാരുടെ നമ്മൾ കൊറേയൊക്കെ ഇന്റർവ്യൂ കുറച്ച് അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് എക്സ്പീരിയൻസ്. ഞാനും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാ.
സത്യം പറഞ്ഞത്. എനിക്കും അറിയില്ല എന്താണ് പരിപാടി. എല്ലാവരും പോലെ എനിക്കും ഉണ്ടായിരുന്നു. എനിക്കുള്ള ക്യൂരിയോസിറ്റി എൻ്റെ ചിന്താഗതി പ്രകാരം കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ളതായിരുന്നു. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നമ്മൾ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെയും ഒരു ലോകമുണ്ട്, ഇങ്ങനെയും കുറച്ച് ഇതുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ അത് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അത്. അതായത് മാനിപ്പുലേഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ കുറച്ചുകൂടി പേടിയായിരിക്കും. ഒരു ഒരു സമയത്ത്, അതായത് പിന്നെ എന്ത് പറഞ്ഞാലും എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചുമ്മാ തോന്നുന്നതാണ്. ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരു സൂരജും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു സൂരജും, ആ ഒരു വ്യത്യാസം സൂരജിന് എന്ത് തോന്നുന്നു? എൻ്റെ പോയിന്റ് ഓഫ് വ്യൂകളിലൊക്കെ ചില മാറ്റം ഉണ്ടാവും. അത് ബിഗ് ബോസ് പോയതുകൊണ്ട് കുറേ ഒരു വൈഡ് ഒരു കുറേ സാധനം മനസ്സിലായി. ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇതൊക്കെ നമ്മൾ പല ലൈഫിൻ്റെ പല സ്റ്റേജിൽ കടന്നു പോയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സർക്കിളിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ മീൻസ് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഞാൻ അത് കഴിഞ്ഞിട്ടും എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലും പിന്നെ അതേമാതിരി എൻ്റെ ലൈഫിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം തന്നെയാണ്. വേറെ വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ബിഗ് ബോസിന്റെ ആ ഒരു സീസൺ ആ സമയത്ത് കുറേ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തുള്ളൂ. കുറച്ച് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഞങ്ങളെപ്പോലുള്ള പാവം ആങ്കേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ഞാൻ നേരിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ മാക്സിമം നമ്മൾ തമാശയിലൂടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയും മനസ്സിലാക്കണം. പിന്നെ അത് അവരുടെ ഇതാണ്. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ എല്ലാം പേഴ്സണലും ഉണ്ട്. അപ്പോൾ വല്ലാതെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന ഇപ്പം നമ്മളിതെന്ത് പ്രശ്നം വെച്ചാൽ ഇവന്മാർക്ക് ഇത് ഷൂട്ട് ചെയ്തും കണ്ടന്റും നമുക്കിത് പറഞ്ഞും പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കമൻറ്റ് വരുമ്പോൾ അത് വായിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് ഭയങ്കര ഫീലാവും. അത് ചിലപ്പോൾ കാരണം പല പെർസ്പെക്റ്റീവ് ആണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ പല പെർസ്പെക്റ്റീവ് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അവരുടെ പറഞ്ഞാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. അത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പം ഞാനും പലരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല. ഞാൻ വലിയ ആരെയും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. നീ എന്താണ് എന്നെ പറഞ്ഞില്ലടാ. അപ്പം സൂരജ്, അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രേക്ഷകരോട് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ പരിപാടികൾ വരുമ്പോൾ കാണുക, അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് പ്രേക്ഷകരോടല്ല, എനിക്ക് വേറെ കുറച്ച് ആൾക്കാരോട് കൂടി പറയാനുണ്ട്. പുതുതായിട്ട് പടം എടുക്കുന്ന എല്ലാ സിനിമ ടീമിൻ്റെ അടുത്തും നമ്മളെ കൂടി ഒന്ന് ഓർക്കുക. നമുക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് തരിക. അപ്പോൾ ഞാനും പൊളിക്കാം. പിന്നല്ല, പൊളിക്കണം, അങ്ങോട്ട് പൊളിക്കണം. ഒരുപാട് അവസരങ്ങൾ ഇനിയും വരട്ടെ. അതെ, വരട്ടെ. സ്വപ്നങ്ങൾ പോലെ പ്രൊഡ്യൂസർ ആവട്ടെ, ഡയറക്ടർ ആവട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മളുടെ കൂടെ കൂടിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.